ദഹനം, ദുഃഖാചരണം, മുറിപ്പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ. എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല. കാലദേശം അറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു. മടങ്ങാം എന്ന് തോന്നി മടങ്ങി. ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകും മുമ്പ് എന്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി. അത്രയേ ഉള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം. മോനെ കുഞ്ഞേഷ, ഇങ്ങനെ തീരിട്ടിക്കാൻ എന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആരും തെറ്റു ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമികീടങ്ങളാണ് നമ്മൾ. അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. അമ്മാവൻ പഴയതുപോലെ തന്നെ. ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല. കുഞ്ഞേഷോടെ നിൽക്കാ. നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ? ഈ ഭ്രാന്ത് പറിച്ചു നിർത്തി ഇങ്ങോട്ട് കയറി വരണുണ്ടോ നീയാ? ഭ്രാന്ത്? വെളുത്തതെല്ലാം പാലല്ലച്ച, കറുത്തതെല്ലാം ലേഹ്യവുമല്ല. എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞ ആളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും. എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ അമാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച. മോനെ ഉണ്ണി, നീ രോഗികളെ ശുശ്രൂഷിക്കൂ, അവരുടെ കണ്ണീരൊപ്പു, വലിയവനാകൂ. ഏട്ടാ, തടയരുത്. അളിയോ, ഇതെന്ത് മായ, ഇതെന്ത് ഭാഷ! ഈശ്വര, ഇവരതെല്ലാം ഇവിടുന്ന് പഠിച്ചു. മോനെ ഉണ്ണി, നീ ഒന്ന് പോയി അവനെ പിടിച്ചോണ്ടോടാ. അമ്മ കേട്ടില്ല തടയണ്ടെന്ന് പറഞ്ഞത്. നിക്കില്ല, അവന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ. ഗുരുതിജലാണ്. സർവപാപങ്ങളും സർവരോഗങ്ങളും വിട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ. എന്നുവെച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളുടെ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞീഷ്ണല്ലേ? കുഞ്ഞേഷൻ ജീവനോടെ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു? ആർക്കറിയാം. എല്ലാം പരിത്യജിച്ചു. ഗുരുവേ നമഃ. എങ്ങനെയോ ഗുരുസന്നിധിയിൽ എത്തിപ്പെട്ടു. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. ഗുരുവേ നമഃ. അത്ര തന്നെ. ഗുരുവേ നമഃ. മാർഗേ, നിങ്ങളുടെ തട്ടിപ്പ് തരയുടെ ഒന്നും എന്റെ വീടിന് മുമ്പ് വെച്ച് വേണ്ട. ശംഖ് കൊടുപടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് തുടങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത്? നിൽക്കവിടെ. ഒന്നുമില്ല, ഇപ്പൊ മാറ്റിത്തരാം. സുമര, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇത് കഴിച്ചോളൂ. ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ. വേദന മാറിയിട്ട് പോയാൽ മതി. സുമര, അടുത്ത ആളോട് വരാൻ പറയും. എന്താ എന്താ? നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചെറിയ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾ കൊടുത്ത ഗുളിക കഴിച്ചപ്പോഴാ കുഴഞ്ഞു വീണത്. എന്തു മരുന്നാണ് നിങ്ങൾ കൊടുത്തത്? വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ? പേഷ്യന്റ് അല്ലേ? താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? താൻ എന്ത് ക്ലാപ്പിലെ ഡോക്ടറാണോ? തോന്നിയാസം പറയരുത്. പറഞ്ഞ താൻ എന്ത് ചെയ്യണോ? ഇവരൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലയിൽ കയറുന്നു. ഷട്ടാണ് എവിടുത്തെ ഡോക്ടറാണോ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക്. മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുക. ഇയാളുടെ അടുത്തൊക്കെ വന്നാൽ നമ്മളെ വേണം തന്നെ. അയ്യോ
എന്താ നിക്കൂ എന്താ പറ്റിയേ? ഒന്നും പറയേണ്ട തിരുമേനി, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. ഓ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ അവിടെ. തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ. 2 നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ. അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവുമില്ല. ഓരോ മരുന്ന് കഴിക്കും തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല മുജ്ജന്മ ബാബ. ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു. എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ത്യശ്വാസം വലിക്കും. നമ്മുടെ ആസ്പിരിനാദി വടകവും ജലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോടോ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡി ഇരിപ്പുണ്ട്. അതിലൊരു പെഗ്ഗെടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം. തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല. ഈ വേഷമൊക്കെ വലിച്ചു വാരി കേട്ട് ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും. അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുവാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കൈയൊഴിയരുത്. താനൊരു കാര്യം ചെയ്യ്. ആ ബ്രാൻഡിയിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ? താൻ പറഞ്ഞത് ചെയ്താൽ മതി. എന്തായാലും ദോഷമൊന്നും വരില്ല. ആൽക്കഹോൾ അല്ലേ. എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്ത് വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡാ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുന്മൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ച് തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിൽ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? അത് ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ. 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദില് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 പേര് ആശുപത്രിയിലുണ്ട്. ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ.
ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. കൊടുക്കാൻ ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു എണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ. അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റ് ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം വാങ്ങിച്ചൂടെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയില്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ 1-2 വാങ്ങിക്കാം. ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും. ലൗകിക ജീവിത കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക. കാത്തിരിപ്പുണ്ടാവോ രോഗികള്? ഇപ്പൊ എങ്ങനെയുണ്ട്? അത് വെറും തോന്നലാണ്. ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണെന്ന് പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ. പൊയ്ക്കോളൂ. അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ. സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ, എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. എടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടപ്പിറപ്പിന്റെ കഞ്ഞികൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. എടാ ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്റെ നിയമമാണ്. മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻകായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാതരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാതരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോകും. താങ്കൾക്ക് വാതരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. ഭ്രാന്ത ഏട്ടന് ഭ്രാന്ത്. ഇന്ന് ഉമ്മത്തിങ്കായ കലക്കി തന്നെങ്കിൽ നാളെ ഇരുട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്താ എന്റെ ഉണ്ണി ഇങ്ങനൊക്കെ പറയണത്? സ്വന്തം അച്ഛനോട് ഏതെങ്കിലും മക്കൾ അങ്ങനെ കാണിക്കോ? പിന്നെ എന്താ കാണിച്ചേ? അത് കുടിച്ചിരുന്നേ കെട്ടിയെടുക്കേണ്ടി വരില്ലായിരുന്നു തന്നെ. ഛേ, നിങ്ങൾ ആരും കരുതും പോലെ ഒരു വിദ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞീഷൻ. തങ്കപ്പെട്ട മനസ്സാ അവന്റേത്. ഇതുപോലെ ഓരോ താന്തവും ജനങ്ങൾ കാണിച്ച് നാട്ടുകാരെയും തല്ലു മേടിക്കുമ്പോ തങ്കം ചെമ്പാകും. അവൻ ഏതോ ഗുരുവിന്റെ നിന്ന് വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയൻ ആ കള്ളച്ചക്കന് വക്കാലത്തുമായിട്ട് നടക്കുക. കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ സംഗതി ഒന്നും ആയിട്ടില്ല. പന്തലുകാരൊക്കെ ഏർപ്പാടാക്കിയതാണ്. എന്തിന്? കല്യാണം ഇനി അടുത്തില്ലേ? ഏത് കല്യാണം? ഏത് കല്യാണമെന്നോ? ആങ്ങളൊക്കെ ഇത് എന്താ പറ്റിയേ? ഉണ്ണിയുടെ ഇന്ദുവിന്റെ കല്യാണേ? ഓ, കല്യാണം കല്യാണം മംഗളസുബേ വക്ഷസ്ഥലേ കൗസ്തുഭം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അമ്മാവാ ഓടാ ആങ്ങളെ ഓടി ശിവശങ്കര പോടോ.
എന്റെ കർത്താവ് ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. കിട്ടി. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖരിയ തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്ക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. അല്ല, ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയുടെ കൈപ്പിഴ ജന്മസിദ്ധയിലാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ.